ഹലോ ഡിയറീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉപ്പും തേനും. അപ്പോൾ കുറേ കാലമായി നമ്മൾ കണ്ടിട്ട്. കുറേ തിരക്കുകളുണ്ടായിരുന്നു, ജോലി സംബന്ധമായിട്ട് ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് വീഡിയോ ഒക്കെ കുറഞ്ഞതും. ഷോർട്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെ ബിസിയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ട്രെയിനിലിരുന്ന് ഇങ്ങനെ ഷോ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരിടം വരെ പോവുകയാണ്. ഇടം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം കൊച്ചി ആ ഭാഗത്തോട്ടാണ് പോകുന്നത്. എല്ലാ സീസണിലെയും ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വെച്ചിട്ടുള്ള അവരെ വെച്ചിട്ടുള്ള ഒരു ക്രിക്കറ്റ് മാച്ചാണ് പെൻഡ ലീഗ് സീസൺ 6 എന്നും പറഞ്ഞിട്ടൊരു ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നൈറ്റ് അവരുടെ തന്നെ ഓരോരുത്തർ ഡാൻസും പാട്ടുമായിട്ടൊരു നൈറ്റ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനിൽ തന്നെയാണ് ഞാൻ ഈ പോകുന്നതിൻ്റെ എയിമെന്ന് പറയുമ്പോഴത്തേക്കും അശ്വിൻ വിജയ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റാണ്. അവൻ എൻ്റെ ഫ്രണ്ടാണ്, പണ്ട് മുതൽ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ടാണ്. അപ്പോൾ അവനും ഞാനും പിന്നെ 2 പേഴ്സൺ, സുജിത്ത്, പിന്നെ മോണിക്ക ചേച്ചി, അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ആയിട്ടൊരു പിക്കിൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അവിടെ എത്തി വന്നിറങ്ങി ഉടനെ തന്നെ മുഗൾ ഹോട്ടലെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു, നല്ല ചൂടായിരുന്നു, ഒരു രക്ഷയില്ല. ചൂട് കൊണ്ട് അവിഞ്ഞ് പുഴുത്തു പോയി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബിഗ് ബോസിൽ കണ്ട ആൾക്കാരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയെന്നുള്ളൊരു വലിയൊരു സന്തോഷം എനിക്കുണ്ട്. പിന്നെ എല്ലാവരും ബിസിയായിരുന്നു, എല്ലാവരും നല്ല ബിസിയായിരുന്നു, ടയേർഡായിരുന്നു. കാരണം ഇവരൊന്നും പ്രാക്ടീസ് ചെയ്യാതെ അങ്ങനെയൊന്നും ചെയ്യാതെ അവരൊരു ക്രിക്കറ്റ് ലീഗ് ചെയ്യുന്നതാണ്, ക്രിക്കറ്റ് മാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ടയർഡ്നെസ്സും അല്ലെങ്കിൽ അതേപോലെ തന്നെ ടീം സ്പിരിറ്റൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിട്ട് ഇരിക്കുകയാണ്. അശ്വിനാണെങ്കിൽ ഭയങ്കര ബിസിയായിരുന്നു. അതുപോലെ തന്നെ അശ്വിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വരും പോവും, അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ബൗൾ ചെയ്യാൻ നിൽക്കുന്നത് നമ്മുടെ രേണുസുതിയാണ് കേട്ടോ. ഇവർക്ക് ആർക്കും ഒരു ട്രെയിനിങ്ങോ അങ്ങനെയുള്ളൂ, വലിയ പ്രൊഫഷണലായിട്ടുള്ള ക്രിക്കറ്റ് മാച്ച് ചെയ്യാൻ പറ്റി പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരല്ല. ഇവരുടേതൊക്കെ അറിവ് വെച്ചിട്ട് ഇവർ ചെയ്യുന്നതാണ്. ചിലതൊക്കെ ഫൗളാവാം, ചിലതൊക്കെ കറക്റ്റ് ആവാം. നീ തട്ടിട്ടാ, നീ തട്ടി പോയിരുന്നു. നല്ലോണം കളിക്കാറ്, നല്ല പ്ലെയർ. പുതിയ പിക്കിൾ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ സോ അതിൻ്റെ ലോഞ്ചാണ്. ഇതാണ് എനിക്ക്, അതായത് ഞാൻ സിംഗിൾ ആയതുകൊണ്ട് എല്ലാം വൈഡ്, ഞാൻ എല്ലാം വൈഡ് ഓടണം. ആരും പക്ഷെ അത് കിട്ടില്ല സാധനം. ബ്ലോഗ് എടുത്ത് നടക്കുന്ന പാവം. ഇപ്പോൾ തന്നെ വൈറലായി കാണും നമ്മുടെ ജാൻമണിയുടെ ബാറ്റിങ്ങും ഒക്കെ ആയിട്ട്. ബാറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരി ആ ബോൾ എടുത്ത് എറിഞ്ഞു കൊടുക്കുക, ഒരു വൈറലായിരുന്നു ആ വീഡിയോ. ഞാൻ അതിന് ശേഷം ഇടുന്നതാണ് ഈ പോസ്റ്റ്. അപ്പോൾ ഭയങ്കര സിമ്പിൾ ഒരു പേഴ്സണാണ് ജാൻമോണി. അടുത്തത് അശ്വിൻ വിജയുടെ ടീമിൻ്റെ ഇതായിരുന്നു, ബാറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അവർ അതെല്ലാം പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ച സമയമായപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. എല്ലാവരും ഒരുമിച്ചായിരുന്നു, ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെ ഇത്രയും കാര്യങ്ങളായിരുന്നു: മാങ്ങാച്ചാർ, തോരൻ, കിച്ചടി, മീൻകറി, മോരൊഴിച്ചിട്ടൻ, പപ്പടം, പൊരിച്ച മീൻ ആയിരുന്നു.
അച്ചു ആണെങ്കിൽ ബാറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഭയങ്കരമായിട്ട് ടയേർഡായി. ഒന്നാമത്തെ കാര്യം ചൂട് സഹിക്കാൻ വയ്യ. പിന്നെ മേളിലിരുന്ന് സൂപ്പറായിട്ടിരുന്ന് നമുക്ക് ഇത് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അത് നമ്മളത് വിട്ടുപോയി. താഴെ ഇരുന്ന് ചൂടെടുത്ത് തകർന്നു. പിന്നെ നേരെ നമ്മൾ ഹോട്ടലിനകത്ത് വന്നായിരുന്നു. ഇതിനകത്തായിരുന്നു ഫംഗ്ഷൻ വെച്ചിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 മണി 4 മണി ആയായിരുന്നു. 6:30-ക്കായിരുന്നു ഷോ പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നെ അവിടെ വന്നിട്ട് റെസ്റ്റ് ചെയ്യണമായിരുന്നു. അതുപോലെ നമ്മുടെ പിക്കിളിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ നേരത്തെ തന്നെ നമ്മളത് പിക്കിൾസ് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അതിൻ്റെ റിവ്യൂ ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ജാൻമോണിക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പിക്കിൾ കൊടുത്തായിരുന്നു. ജാൻമോണിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കറിവേപ്പില അച്ചാറാണ് ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ, കറിവേപ്പില അച്ചാറാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ ജാൻമോണി നല്ലൊരു റിവ്യൂ തന്നായിരുന്നു. ജാൻമോണി മാത്രമല്ല എല്ലാ സെലിബ്രിറ്റീസും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു. അവരുടെ റിവ്യൂ ഷൂട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ പോയി ലെമൺ ജ്യൂസ് ഒഴിച്ചപ്പോഴാണ് നിങ്ങളുടെ പിറകെ നിൽക്കുന്ന ആളെ കണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കി ഓട്ടെ. വീണ്ടും റിവൈൻഡ് അടിച്ചിട്ട് ആരൊക്കെയാണെങ്കിൽ കമൻ്റ് അടിച്ചേക്കണം. അപ്പം പിന്നെ ഞങ്ങൾ വന്നിട്ട് ലെമൺ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് സമോസ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു സംഭവം അവിടെ നടക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. നമ്മുടെ ഹനാനാണെങ്കിൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് ലേഡീസിന് മാത്രമായിട്ട് ബസ്സിന് ടിക്കറ്റ് എടുക്കണ്ട, ഫ്രീ ആയിട്ട് അതിനെ പറ്റിയിട്ട് പ്രതികരിച്ച് സംസാരിക്കുന്നതാണ്. നല്ല കോമഡിയാണ് കേൾക്കാം. നഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നിർത്തലാക്കുകയും പിന്നെ ഈ ഇപ്പൊ സൗജന്യം കൊടുത്തതിന്റെ കണക്ക് മുഴുവനും വെച്ചിട്ട് ഇരട്ടി ചാർജസ് ഈടാക്കാനുള്ള ചാൻസുമാണ് ഇതിൽ കാണുന്നത്. അല്ലാതെ ജനങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു സൗജന്യങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അശ്വിൻ്റെ കുറേ ചൊക്ലാച്ചികളുണ്ടായിരുന്നു. അശ്വിൻ വന്ന് നിന്നിട്ട് കുറേ ഷോ ഉണ്ടായിരുന്നു. ക്യാമറ പിന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഷോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, അവൻ തിന്നുന്നതും കുടിക്കുന്നതും ഒക്കെ. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, DNA സ്പോർട്സ് ടർഫിൽ വെച്ചിട്ടായിരുന്നു ഈ മാച്ച് നടന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ലെമൺ ജ്യൂസ് കുടിച്ച് നേരെ നമ്മൾ സ്റ്റേജിനകത്തോട്ട് പോയി. സ്റ്റേജിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ പണി നടക്കുന്നേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ലേറ്റ് ആവുമെന്ന് മനസ്സിലായായിരുന്നു ആ പ്രോഗ്രാം. പിന്നെ അശ്വിൻ്റെ കുറച്ച് വീഡിയോസ് അവൻ എഡിറ്റ് ചെയ്യണമായിരുന്നു സ്റ്റേജിൽ, അത് വാളിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന്, കാരണം AC ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞൊരു ആശ്വാസത്തിന് അവിടെ ഇരുന്നായിരുന്നു. മുഖമൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് കറുത്ത് വെയിൽ കൊണ്ട് ടയേർഡായി ടാൻ അടിച്ച് ആണ് അവിടെ ഇരിക്കുന്നത്. മരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യണമായിരുന്നു. മേക്കപ്പൊക്കെ ചെയ്ത്, മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അജ്മാനിൽ നിന്ന് തിരിച്ച് വന്ന ശേഷമാണ്, നാളുകൾക്ക് ശേഷമാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആണോ ഇല്ല തോന്നുമ്പോൾ മുമ്പത്തെക്കാട്ടി പെർഫെക്റ്റ് ആയിട്ടുണ്ട് മേക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിശന്ന് വയ്യാഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓൾറെഡി ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ലേറ്റ് ആവുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കയറി പൈസ കൊടുത്ത് തന്നെ ഫുഡ് കഴിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഷോയ്ക്ക് വരുന്നവർക്കൊക്കെ ഫ്രീ ആണ് ഫുഡ്. ഇതിന്റെ പുതിയ വീട്ടില് കൂടുണ്ട് അച്ചു ഷോ ഇത് എൻ്റെ ഷോയാണ്. ഇതോ ഷോ അച്ചു ഒരു മിറാക്കിൾ കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചതാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇതാണ്. ഞാൻ ഭയങ്കര അർത്ഥം എന്താ? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ, ബിഗ് ബോസിലെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഇതുണ്ടായിരുന്നു. ഡാൻസ്, പാട്ട്, വയലിൻ, അങ്ങനെയുള്ള ഒരുപാട് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. നന്നായിട്ട് കുറേ കാലത്തിന് ശേഷം ഞാനും ഇതേപോലെ ഒരു പ്രോഗ്രാംസൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അപ്പോൾ എനിക്കും അതൊരു ഹാപ്പിനെസ് ആയിരുന്നു, ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഷെയ്ത്തിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു കൂടെ. ഷെയ്ത്തിയുടെ കൂടെ തന്നെ നമ്മളെ റസ്മിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല ഡാൻസായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. റസ്മിൻ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. റസ്മിൻ ഈ പ്രോഗ്രാം ഫുള്ള് മാനേജ് ചെയ്യുന്നത്, ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്തത് റസ്മിനായിരുന്നു. അതുപോലെ റസ്മിൻ്റെ ഡാൻസ്, റസ്മിൻ്റെ കോസ്റ്റ്യൂം എല്ലാം എനിക്കിഷ്ടമായി. എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ ശേഷം മേക്കപ്പ് എല്ലാം മാറ്റി ഫ്രഷായി, ഒന്ന് കൂളായി നോക്കുമ്പോഴത്തേക്കാണോ നമ്മുടെ നാദിറ. ഇപ്പോൾ എല്ലാം ഫുള്ള് ചർച്ച ലേഡീസിന് ഫ്രീ ആയിട്ട്
ബസ് കിട്ടിയതിൻ്റെ ചർച്ചയാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഓൺലൈൻ മീഡിയാസ് മൊത്തം വന്നിട്ട് നാദിനെ വളഞ്ഞ് അതിൻ്റെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ നടന്നു. പിന്നെ വീട്ടിലോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ വരേക്കും ബൈ.